തമ്പനയിൽ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കുട്ടികളെ വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി അയക്കരുത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ 20 ലക്ഷവും 40 ലക്ഷവും ഒക്കെ ഇതിന് ചിലവാകും എന്നാണ് പറയപ്പെടുന്നത്, വാർത്തകളിലൂടെ അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്രയും തുക മുടക്കാൻ ശേഷിയുള്ളവർ, അതല്ലെങ്കിൽ അവനവൻ്റെ ആസ്തിയോ ബാങ്ക് ലോണോ ഒക്കെ എടുത്ത് അത്തരത്തിൽ കുട്ടികളെ അയക്കാൻ കഴിയുന്നവർ അയക്കട്ടെ, അത് ഒരു പ്രശ്നമല്ല. എന്നാൽ ഇത്രയും തുക അയക്കാൻ സാധ്യതയില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ എന്തു ചെയ്യും? അയൽവക്കത്തെ കുട്ടി എന്തു പഠിക്കുന്നു, അല്ലെങ്കിൽ സഹപാഠിയുടെ ജ്യേഷ്ഠൻ, ഇവരൊക്കെ എന്ത് കോഴ്സുകൾക്കാണ് പോയിട്ടുള്ളത് എന്ന് നോക്കിക്കൊണ്ടാണ് നമ്മളുടെ കുട്ടികൾ മിക്കവാറും അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാറ്. അത്തരത്തിൽ ഇന്ന് കേരളത്തിലുള്ള മിക്ക വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിലേക്ക് അവരുടെ മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയ തുക കടമെടുത്തുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ ഇന്ന് അത്തരത്തിൽ പോയിരിക്കുന്ന കുട്ടികളുടെ എല്ലാം വാർത്തകൾ കേൾക്കുമ്പോൾ അത് അല്പം ആശങ്കാജനകമാണ്. അതുകൊണ്ട് അതിന് ഒരു സൊല്യൂഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പലരും പറയും വരും കാലങ്ങളിൽ കേരളത്തിൽ വൃദ്ധർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന്. എന്നാൽ അതിനും ഒരു സൊല്യൂഷൻ പറയാൻ ആർക്കുമില്ല. ഇവിടെ തൊഴിലില്ല, അഥവാ ഉള്ള തൊഴിലുകൾക്ക് ശമ്പളമില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പരിദേവനം. അപ്പോൾ അതിനെല്ലാം ഒരു മാർഗം കണ്ടെത്തേണ്ടതും നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിൽ ഒരു തമ്പുനയിൽ ചേർത്തിട്ടുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളപ്പോൾ എന്തിന് നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലോട്ട് പോകണം? പഠിക്കാൻ. ജോലിക്ക് പോകുന്നവർ പോകട്ടെ. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇന്നിതാണ്, സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ. നമ്മുടെ കുട്ടികൾക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത് മാർക്കറ്റ് വേവ്സ്. ഞാൻ സ്കറിയ പഴയമഠം. ഒരു വ്യക്തിയുടെ എന്തും ശീലിക്കാൻ, പഠിച്ചെടുക്കാൻ സാധ്യമാകുന്ന ഒരു കാലയളവാണ് ഒരു 17 മുതൽ 22-25 വയസ്സ് വരെയുള്ള സമയം. ചെറുകുട്ടി പ്രായം മുതൽ ഒരു 25 വയസ്സ് വരെയുള്ള സമയം ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിലേക്ക് എന്തും സ്വായത്തമാക്കാനുള്ള ഒരു പ്രത്യേക പ്രവണത, അതിന് തക്കതായ ഒരു ആശയവും ആഗ്രഹവും എനർജറ്റിക്കുമൊക്കെ ആയിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ കാലയളവ്. എന്നാൽ നമ്മുടെ കുട്ടികളെ 17 വയസ്സ് കഴിഞ്ഞ്, അല്ലെങ്കിൽ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് യാതൊരു വിധത്തിലും അറിയത്തില്ലാത്ത ഒരു രാജ്യത്തോട്ട് നമ്മൾക്ക് സാധ്യമാകുന്നതിലപ്പുറം വലിയ തുകകൾ കടമെടുത്തുകൊണ്ട് ആരൊക്കെയോ പറഞ്ഞത് കേട്ട്, അവിടെ കൃത്യമായ കാര്യങ്ങളുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ അയക്കുമ്പോൾ, അവിടെ എത്തിയ കുട്ടി അവൻ അതുവരെ നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ, നമ്മുടെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ, മാതാപിതാക്കളുടെ സംരക്ഷണയിലായിരിക്കുമ്പോൾ ഒരു തൊഴിലും ചെയ്യാതെയാണ് ഇന്ന് വന്നിട്ടുണ്ടാവുക. ആ കുട്ടി അവിടെ എത്തിയതിനു ശേഷം അവൻ്റെ പാർപ്പിടത്തിന്, വസ്ത്രത്തിന്, ഭക്ഷണത്തിന്, ഇതിനെല്ലാം പുറമെ ബാങ്കിൽ നിന്നും എടുത്തിരിക്കുന്ന കടമടയ്ക്കാനുള്ള പണം കൂടി കണ്ടെത്തേണ്ടി വരുമ്പോൾ അവിടെ അവൻ വിചാരിച്ച പോലെ, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതുപോലെ ഒരു നല്ല തൊഴിൽ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അവൻ മാനസികമായും പ്രശ്നത്തിലാകും. അതറിയുമ്പോൾ മാതാപിതാക്കളും പ്രശ്നത്തിലാകും. ഇന്ന് നേഴ്സിംഗ് അഭ്യസിച്ച, അഥവാ നേഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി നിശ്ചിതമായ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ളവർക്ക് OET, IELTS തുടങ്ങിയ പരീക്ഷകൾ എഴുതി വിദേശ രാജ്യങ്ങളിലോട്ട് വളരെ ഫ്രീ ആയി പോകാൻ കഴിയുന്നുണ്ട്. ജോലിക്ക് വേണ്ടി അത്തരത്തിൽ ക്വാളിഫിക്കേഷൻസ് നേടിയവർ പോകുന്നതിൽ ഒരു എതിർപ്പുമില്ല, ഒരു തർക്കവിഷയവുമില്ല. അവർ പോകേണ്ടത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തോട്ട് ധാരാളം പുറത്തു നിന്നുള്ള പണവും വരേണ്ടതുണ്ട്. എന്നാൽ സയൻസ് വിദ്യാർത്ഥികൾ, അഥവാ ഇത്തരത്തിൽ പറഞ്ഞ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അല്ലെങ്കിൽ നഴ്സുമാർ, ഇവരൊക്കെ പോകുമ്പോൾ കൊമേഴ്സ് ആൻഡ് ആർട്സ് പഠിച്ചവർക്ക് സാധ്യതയില്ലല്ലോ എന്ന് കരുതി ഗ്രാജുവേഷന് ശേഷം പോലും എന്തെങ്കിലും ഒരു കോഴ്സ്, വിദേശ രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഇവിടുന്ന് വലിയ ലോണും എടുത്ത് അവർ പോവുകയാണ്. അപ്പോൾ അത്തരത്തിൽ പണമില്ല നമ്മളുടെ കയ്യിൽ എന്ന് നമ്മൾ പറയുമെങ്കിലും, ഇങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ ഇല്ലാത്ത പണം അവനവൻ്റെ കിടപ്പാടം പണയപ്പെടുത്തി നമ്മൾ കടത്തിലാവുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ ഇവിടെ വൃദ്ധർ മാത്രമാകുക എന്നുള്ളതല്ല, അതിലപ്പുറം പലർക്കും വീടും സൗകര്യങ്ങളും ഉണ്ടായിരുന്നവർക്ക് അത് നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു ദുരന്തം കൂടിയുണ്ട്. എന്നാൽ പൊതുവിൽ എല്ലാവരും പറയാറുണ്ട്, നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് അവർ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് ഒരു തൊഴിൽ കൂടി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതാണ്. അവർ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു തൊഴിലും അഭ്യസിക്കേണ്ടതാണ് എന്ന് പറയാറുണ്ട്.
എന്നാൽ എന്ത് തൊഴിൽ അഭ്യസിക്കാൻ പറ്റും ഒരു വിദ്യാർത്ഥിക്ക് എന്നുള്ളതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറുമില്ല. അവിടെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സാധ്യത. ഇന്നിപ്പോൾ പലപ്പോഴും പലരും സ്റ്റാർട്ടപ്പുകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് മുഴുവനും. അതിനുള്ള ഫണ്ട് എവിടെയാണെന്ന് അറിയത്തില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, എന്ത് തുടങ്ങണമെന്നറിയത്തില്ല. ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് തുടങ്ങണമെന്നുണ്ട്, എന്ത് പ്രോജക്റ്റ് തുടങ്ങണമെന്ന് അറിയത്തില്ല. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് നൽകുന്ന ബിസിനസ് സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നതിന് പകരം ഞാൻ സ്വർണ്ണ വ്യാപാരമെന്നോ അല്ലെങ്കിൽ മലഞ്ചരക്ക് വ്യാപാരമെന്നോ വസ്ത്ര വ്യാപാരമെന്നോ വജ്ര വ്യാപാരമെന്നോ ഒക്കെ ആയിരുന്നു തമ്പനയിലിൽ കൊടുത്തിരുന്നെങ്കിൽ ആർക്കും അത്ര ആശങ്ക തോന്നില്ല. എന്നാൽ ഈ മേഖലയ്ക്കൊക്കെ, ഈ സ്വർണ്ണ വ്യാപാരത്തിനോ അല്ലെങ്കിൽ മലഞ്ചരക്ക് വ്യാപാരത്തിനോ ഒക്കെ നൽകാൻ കഴിയുന്നതിനേക്കാളും വളരെയധികം സാധ്യതയാണ് സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് നൽകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വ്യക്തിക്ക് ഒരു അക്കൗണ്ട് എടുത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ, ഏതെങ്കിലും ഒരു സ്റ്റോക്ക്, നമ്മൾക്ക് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ നിശ്ചിത എണ്ണം അവനവൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് വാങ്ങി അതിന് വില ഉയരുമ്പോൾ വിൽക്കുക എന്ന് പറയുന്ന നിസ്സാരമായ കാര്യം ചെയ്യാൻ ഒരാളുടെയും സഹായം ആവശ്യമില്ല, ഒരു ബിൽഡിംഗ് ആവശ്യമില്ല, കയറ്റിറക്ക് തൊഴിലാളി ആവശ്യമില്ല, വാഹനത്തിൻ്റെ ആവശ്യമില്ല, എന്തിന് നല്ല ഉടയാടകളുടെ പോലും ആവശ്യമില്ല. തന്നെയുമല്ല, ഇത്തരത്തിൽപ്പെട്ട ഒരു കാര്യത്തിലോട്ട് ഒരു കുട്ടി ഒരു വിദ്യാഭ്യാസത്തിനിടയിൽ തന്നെ, അവൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അവൻ അത്തരത്തിലൊരു കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അവന് മാതാപിതാക്കളെ ആശ്രയിക്കാതെ ഒരു ചെറിയ സംഖ്യ അവൻ്റെ നിത്യവൃത്തിക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ ആക്ടിവിറ്റീസിന് വേണ്ടി കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പലരും ചോദിക്കും, സ്റ്റോക്ക് മാർക്കറ്റിന് വലിയ പണം വേണ്ടേ എന്ന്. എന്നാൽ അതിന് വേണ്ടിയത് വളരെ തുച്ഛമായ തുകയാണ്. എത്ര തുകയുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം, എത്ര ചെറിയ തുകയിലും നമുക്ക് ചെയ്യാം. 2012 കാലയളവിലായിരിക്കാം ഒരു വാർത്ത മനോരമയിൽ കണ്ടിരുന്നു. ഒരു യുവതി അവളുടെ 25 വയസ്സിൽ പിതാവ് കൊടുത്ത ഒരു നല്ല സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വ്യാപാരം ചെയ്തു. ഏതാണ്ട് 32 വയസ്സാകുമ്പോഴത്തേനും 120 കോടിയുടെ രൂപ ആസ്തി അവർ നേടിയിരുന്നു എന്നതായി ഒരു വാർത്ത കണ്ടിരുന്നു. കൃത്യമായ ആ എമൗണ്ടുകൾ എനിക്ക് ഓർമ്മയില്ല, എങ്കിലും ആ കാലഘട്ടത്തിൽ എന്നെ അത് ഒരുപാട് ഇൻസ്പയർ ചെയ്ത ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ 2015 കാലയളവിൽ 12 കാലയളവിലാണെന്ന് തോന്നുന്നു, മാതൃഭൂമിയിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. 1995 കാലയളവിൽ 1995 കാലയളവിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഏതാണ്ട് 42 സ്റ്റോക്കുകളുടെ പേരും അവർ കൊടുത്തിരുന്നു. ഞാൻ അവ പരിശോധിച്ച് നോക്കിയിരുന്നതാണ്. 95 ഓരോ സ്റ്റോക്കിനും ഓരോ ഷെയർസിനും ഉണ്ടായിരുന്ന വില എത്രയായിരുന്നു എന്നും ഇവർ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന റേറ്റ് എത്രയായിരുന്നു എന്നും. അപ്പോൾ അന്ന് കണ്ട വാർത്തയിൽ എൻ്റെ ഓർമ്മ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഏതൊരാൾക്കും ഈ പറഞ്ഞ സമയമായപ്പോഴത്തേനും 1,20,00,000 മുതൽ 1,50,00,000 രൂപ വരെ ആ സ്റ്റോക്കുകളുടെ വില ഉയർന്നിരുന്നു. കേവലം 10,000 രൂപയ്ക്ക് വാങ്ങിയ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പർട്ടിക്കുലർ സ്റ്റോക്കുകൾ. എന്തിനു പറയുന്നു, 2012-13 കാലയളവിൽ 600-700 രൂപയ്ക്ക് ഞാൻ വാങ്ങി വിറ്റിരുന്ന മാരുതിയുടെ സ്റ്റോക്കിന് ഇന്ന് 12,000-ന് അടുക്കെയാണ് വില നിൽക്കുന്നത്. ഇനി അതുമല്ല, 2021 കാലയളവിൽ നമ്മുടെ കൊറോണയാണല്ലോ ഇപ്പം റീസെൻ്റായിട്ട് ഈ ഷെയർ മാർക്കറ്റിലോട്ട് വന്നിരിക്കുന്ന പലർക്കും അറിവുള്ള ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ് ക്രാഷായി എന്ന് കേൾക്കുകയും അല്ലെങ്കിൽ എല്ലാ സ്റ്റോക്കുകളുടെയും വില കണ്ടമാനം ഡൗൺ ആയിപ്പോയി എന്ന് കേൾക്കുകയും ചെയ്ത ഒരു സംഭവം കൊറോണയായിരുന്നിരിക്കും. കൊറോണ കാലയളവിൽ എത്രയോ നല്ല സ്റ്റോക്കുകൾ വളരെ താഴ്ന്ന വിലയിലെത്തിയിരുന്നു. അപ്പോൾ അതിനുശേഷം ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ അത് വളരെ വേഗം കയറിപ്പോയി. എത്ര ഇടിഞ്ഞോ അത്ര തന്നെ കയറിപ്പോയി. ഇന്ന് മാർക്കറ്റ് 22,500 എത്തി നിൽക്കുകയാണ്. അന്ന് വന്നിരുന്ന ഒരു സ്റ്റോക്കുകളിൽ അപൂർവം ചിലതിൻ്റെ പേര് മാത്രം ഞാൻ പറയുന്നു. ഫാക്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ എത്രയോ സ്റ്റോക്കുകളാണ് 50-ൽ താഴെ വിലയെത്തുക അല്ലെങ്കിൽ 100-ൽ താഴെ വിലയുണ്ടായിരുന്നത് ഇന്ന് 1000, 1,200, 2,000 ഒക്കെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ തരം ഒരു മാർക്കറ്റിനെ ഉപയോഗിക്കാൻ ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നതാണ് എന്നുള്ളതാണ് വസ്തുത. നമ്മളുടെ പെൺകുട്ടികളെ നമ്മൾ വിവാഹം കഴിച്ചയക്കുന്ന സമയത്ത് അവർക്ക് അണിയാനുള്ള ആഭരണം എന്ന കണക്കിൽ 10, 25, 50 പവനൊക്കെ ഓരോ മാതാപിതാക്കളും അവരുടെ ആസ്തിക്കനുസരിച്ച് വാങ്ങിക്കൊടുക്കുന്നു. എന്നാൽ വിവാഹശേഷം ഈ സ്വർണ്ണാഭരണങ്ങൾ ഒന്ന് സൂക്ഷിച്ചു വെക്കുക, സംരക്ഷിച്ച് വെക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബാധ്യതയാണ്. എന്നാൽ വിദ്യാഭ്യാസമുള്ള യുവതികൾ ഒരു ചെറിയ ഹയർ വിദ്യാഭ്യാസമൊക്കെ നേടിയതിന് ശേഷം അവർ
ചെറിയ ജോലിയൊക്കെ ചെയ്തിരുന്നു, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലായിരിക്കാം. വിവാഹമൊക്കെ കഴിഞ്ഞു ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ മുഴുവനും അണുകുടുംബങ്ങളാണല്ലോ. അപ്പോൾ ഈ കുട്ടികളെ സംരക്ഷിക്കാൻ മാതാപിതാക്കളൊപ്പം ഉണ്ടാവാതെ വരികയും കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് തീർച്ചയായും പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ ചുമതലയായി മാറുകയും ചെയ്യുന്നതോടുകൂടി ആ പെൺകുട്ടിക്ക് തൽക്കാലം ജോലി വേണ്ട, കുട്ടിയൊന്ന് മച്ചുറാവുന്നവരെ, ചെറിയൊരു ഇതാവുന്നവരെ വേണ്ട എന്ന ഒരു തീരുമാനത്തിൽ എത്തേണ്ടി വരുമ്പോൾ ഭർത്താവിൻ്റെ ഇൻകത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും. എന്നാൽ ഇത്തരം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം അത്രയും പൈസയുടെ ഷെയർസാണ് പല കമ്പനികളുടേതോ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ കമ്പനികളുടെയോ ഷെയർസ് വാങ്ങിയിട്ട് കൊടുക്കുകയോ, അതല്ല അവൾക്ക് അത്തരം ഒരു വിഷയത്തിൽ ഇങ്ങനെ സ്റ്റോക്കുകൾ വാങ്ങാമെന്നും അത് വിറ്റാൽ ലാഭം ഉണ്ടാകുമെന്നും വിൽക്കാൻ ആരെയും അന്വേഷിക്കേണ്ടതെന്നും വാങ്ങണമെങ്കിൽ എവിടെയും പോയി ചോദിക്കേണ്ടതില്ല, ജസ്റ്റ് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഇതെല്ലാം സാധ്യമാകുമെന്നും അവൾക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ ജോലിയെ ആശ്രയിക്കുന്നതോടൊപ്പം കുട്ടിയെ വളർത്തുന്നതിനോടൊപ്പം അവൾക്ക് അവളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയ ഒരു വരുമാനവും കണ്ടെത്താൻ കഴിയും. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിരവധി സാധ്യതകൾ ഉണ്ടായിട്ടും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അതൊന്ന് പങ്കെടുപ്പിക്കാനോ അതിനെക്കുറിച്ച് ഒന്ന് പഠിപ്പിക്കാനോ ഒരു വിഷയമായി ഉൾക്കൊള്ളിക്കാനോ ഒന്നും നാം ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇനി നമ്മളുടെ നാട് വളരെ ചെറിയ പൈസയ്ക്ക് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നവരും ജീവിതം കൊണ്ടു നടക്കുന്നവരുമൊക്കെ ഉണ്ട്. വാർദ്ധക്യകാലത്ത് നമുക്ക് കിട്ടുന്ന പെൻഷൻ തന്നെ വളരെ ചെറുതാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് കിട്ടുന്ന തുക അത് മോശമാണെന്നല്ല പറയുന്നത്. എന്നാൽ ആ തുകയ്ക്ക് പുറമെ ഒരു തുക മാസാമാസമോ 6 മാസം കൂടുമ്പോഴോ ഒക്കെ അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഴ്ചകളിലോ ഒക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു മേഖല കൂടിയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്. ഇത് ഒരു കാരണവശാലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന ട്രേഡിങ്ങിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, മറിച്ച് ഷെയറുകൾ വാങ്ങുക വിൽക്കുക എന്നത് തന്നെയാണ്. നമ്മൾക്ക് ഒരു കാരണവശാലും പ്രൈസ് ഡൗണായി പോകില്ല എന്ന് 100% ഉറപ്പിക്കാൻ പറ്റുന്ന പല സ്റ്റോക്കുകളും ഇന്ന് മാർക്കറ്റിലുണ്ട്. നമുക്കറിയാം അവ വില കുറയുമ്പോൾ വാങ്ങുകയും വില കൂടുമ്പോൾ വിൽക്കുകയും ചെയ്യുക എന്ന് പറയുക എന്ന സിമ്പിളായ പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളത്. അതിന് വില കുറയുന്നോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ പലപ്പോഴും അതിനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ വാങ്ങിയിടത്തുനിന്ന് ചിലപ്പോൾ നമ്മൾ പറയും നമ്മൾ വാങ്ങിയതിന് ശേഷം ആ സ്റ്റോക്കിൻ്റെ വില താഴ്ന്നു തന്നെ പോരുകയാണ് ചെയ്യുന്നത്. ആയിക്കോട്ടെ, താഴ്ന്നു വരുമ്പോൾ വീണ്ടും കുറച്ച് നമുക്ക് വാങ്ങാൻ കഴിയണം, പിന്നെയും താഴുവാണോ വീണ്ടും കുറച്ച് വാങ്ങാൻ കഴിയണം. ഒരേപോലെ താഴോട്ട് തന്നെ മാർക്കറ്റ് ആകാശത്ത് നിന്ന് താഴോട്ട് വീഴുന്ന പോലെ വീഴാൻ പോകുന്നില്ല. ഒരു കൊള്ളാവുന്ന കമ്പനിയുടെ ഒരു പ്രൈസ് ഡൗൺ വരിക എന്ന് പറഞ്ഞാൽ വന്നതിന് ശേഷം അത് വീണ്ടും തിരിച്ചൊന്ന് കയറും. നമ്മുടെ പന്തൊക്കെ ഗ്രൗണ്ടിലിട്ടാൽ അതിങ്ങനെ തുള്ളി കളിക്കുന്ന പോലെ ആയിരിക്കാം പ്രൈസ് അപ്പോഴ് പോവുക, ഡൗൺവേർഡ് വരികയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിയെടുത്ത് വീണ്ടും താഴ്ന്നു പോകുന്നാൽ വീണ്ടും കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങുന്നു, വീണ്ടും അതൊരു പ്രത്യേകം പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്, ചെയ്ത് തന്നെ ശീലിക്കേണ്ടതുണ്ട്. അപ്പോൾ ലാസ്റ്റ് വാങ്ങിയിടുന്ന ഒരു നിശ്ചിത വില ഉയരുമ്പോൾ ആ ലാസ്റ്റ് വാങ്ങിയ ക്വാണ്ടിറ്റി വിറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും തുക നമുക്ക് പിൻവലിക്കുകയും ചെയ്യാം, നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ലാഭം നേടുകയും ചെയ്യാം. ഇങ്ങനെ ഒട്ടനവധി സ്ട്രാറ്റജികളും കാര്യങ്ങളുമൊക്കെയായി ഷെയർ മാർക്കറ്റ് ഉന്നതന്മാർ മാത്രം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. എന്നാൽ അത് സാധാരണക്കാരിലോട്ടും തീർച്ചയായും എത്തേണ്ടതാണ്. നമ്മൾ കേരളത്തിലെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. കേരളം മലയാളികൾ വളരെ മിടുക്കന്മാരാണ്, 100% സാക്ഷരതയൊക്കെ അവകാശപ്പെടും. എങ്കിലും ഇത്തരം മികച്ച കാര്യങ്ങളിൽ നമ്മൾക്ക് എന്തുകൊണ്ടോ അത്ര കണ്ട അറിവില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം കുറച്ചും കൂടി ചർച്ച ചെയ്യപ്പെടുകയും എല്ലാവരിലോട്ടും ഇതിനെക്കുറിച്ച് ഒരു അവബോധം ലഭിക്കുകയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു തൊഴിൽ, അത് എന്ത് തൊഴിലും ആയിക്കോട്ടെ, ഏതൊരാളുടെ കാര്യത്തിലും ആയിക്കോട്ടെ, പശു വളർത്തലാവട്ടെ, ഓട്ടോ ഓടിക്കലാവട്ടെ, തെങ്ങേറ്റമാവട്ടെ, എന്ത് തൊഴിൽ ചെയ്യുന്ന ഒരാൾക്കും ഒരു അഡീഷണൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ മേഖലയാണ് ഇത്. ഇനി വേറൊന്നുകൂടി, 1 സെൻറ്റ് സ്ഥലം വാങ്ങണമെങ്കിൽ ഇന്ന് കേരളത്തിലെ റോഡുകൾക്ക് സമീപത്തുള്ള ഒരു വീട് വെക്കാൻ വേണ്ടി ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങണമെങ്കിൽ എങ്ങനെ കഴിച്ചാലും ഒരു 7 മുതൽ ഒരു 12-15 ലക്ഷം രൂപയെങ്കിലും മുടക്കാതെ കിട്ടത്തില്ല. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്, ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ച് ഒരു കാരണവശാലും 1 സെൻറ്റ് സ്ഥലം വാങ്ങാനുള്ള തുക ഒരുമിച്ചുണ്ടാക്കുക എന്ന് പറയുന്നത് സാധ്യമാകുന്ന കാര്യമല്ല. എന്നാൽ അവൻ്റെ നിത്യവൃത്തിയിൽ നിന്ന് അവൻ ദിവസവും ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയിൽ നിന്നും ഏതൊരു വലിയ കമ്പനിയുടെയും സ്റ്റോക്കുകൾ ഓരോന്നോരോന്നായി അവന് അക്വയർ ചെയ്യാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ അത് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അതിൻ്റെ വില അവനൊരു സേവിങ്സ് ആയിട്ട് കരുതി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ വില മൾട്ടിപ്പിളായി മാറിപ്പോകുന്നതും മനോരമയും മാതൃഭൂമിയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ, അല്ലെങ്കിൽ കൊറോണ കാലത്തിൽ നമ്മുടെ പല പ്രമുഖമായ സ്റ്റോക്കുകളുടെയും വില താഴ്ന്നു വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ ഇരട്ടിയിലോട്ട് ഉയർന്നു പോയതുപോലെ ഉയർന്നു പോകുമ്പോൾ അവന് നല്ലൊരു ലാഭം കിട്ടാൻ സാധ്യതയുണ്ടാകുന്ന ഏറിയയാണ്.
പക്ഷേ അതിനെക്കുറിച്ച് ഓരോ വ്യക്തികളും പ്രായോഗികമായി ചെയ്ത് പരിശീലിക്കുക തന്നെ വേണം. അത് അറിയണമെങ്കിൽ ചെറുപ്പത്തിലേ തന്നെ അവർക്ക് തുടങ്ങാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാൻ എൻ്റെ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സ്ഥിരമായി നമ്മളുടെ ചാനലിൽ നിഫ്റ്റിയുടെ ലെവലുകൾ രേഖപ്പെടുത്താറുണ്ട്. ട്രേഡ് ചെയ്യാൻ വേണ്ടി അത് പലർക്കും സഹായകമാകാറുണ്ടെന്നാണ് മെസ്സേജുകളിലൂടെ കാണാറ്. നമ്മളുടെ ചാനൽ സന്ദർശിക്കണമെന്നും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തണമെന്നും ഓർമ്മിപ്പിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ വീണ്ടും സംസാരിക്കണം, കുറച്ചും കൂടി ആധികാരികമായി എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രിപ്ഷൻസും ഒക്കെ ആവശ്യമാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ ആൾക്കാരുകളിലോട്ട് എത്താനുള്ള സാധ്യതയുണ്ടാവും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഈ വിഷയം വീണ്ടും കേൾക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അല്ലെങ്കിൽ ഇതേ വിഷയത്തിൻ്റെ ബാക്കിയുമായി കാണാം എന്ന പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.